ആകാശവാണി. നമസ്കാരം. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ശ്വാസകോശ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ആസ്മ ചികിത്സയിലെ ശാസ്ത്രീയമായ ഇടപെടലുകളും അടിവരയിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലോക ആസ്മ ദിനാചരണം കടന്നുപോയത്. ആസ്മയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുന്നു. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 1998 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ആസ്മയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുക, കൃത്യമായ ചികിത്സാരീതികൾ പ്രചരിപ്പിക്കുക, വായുമലിനീകരണം പോലുള്ള ബാഹ്യ ഘടകങ്ങളെ പ്രതിരോധിക്കുക എന്നിവയാണ് ഈ ദിനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സാംക്രമികേതര രോഗങ്ങളിലൊന്നാണ് ആസ്മ. ശ്വാസകോശത്തിലെ വായുസഞ്ചാര മാർഗങ്ങളിലുണ്ടാകുന്ന വീക്കവും അതുകാരണം ശ്വാസനാളികൾ ചുരുങ്ങുന്നതുമാണ് ആസ്മയുടെ അടിസ്ഥാന കാരണം. ഇത് ശ്വസന പ്രക്രിയയെ ദുഷ്കരമാക്കുന്നു. വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഭാരം, ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂളം വിളി പോലുള്ള ശബ്ദം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊടി, പുക, പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ തുടങ്ങിയ അലർജി ഘടകങ്ങൾ മൂലമോ രോഗം പ്രത്യക്ഷപ്പെടാം. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ ആസ്മ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ രോഗത്തെ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറെ ഗൌരവത്തോടെ കാണേണ്ട ഒന്നാണ് ആസ്മ. സാധാരണഗതിയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാകാറുള്ളതെങ്കിലും കൗമാരപ്രായത്തിലും മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. പലരിലും പ്രായം കൂടുന്തോറും രോഗതീവ്രത കുറയുന്നതായി കാണാമെങ്കിലും പാരമ്പര്യമായി ആസ്മയോ അലർജിയോ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ ഇത് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണവും പൊടിപടലങ്ങളും കുട്ടികളിലെ ആസ്മ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പുറത്തെ പൊടിയിൽ നിന്നും പുകയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗപ്രതിരോധത്തെ സഹായിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്മ രോഗി സമൂഹങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്താണെന്നത് അതീവ ഗൌരവകരമായ കാര്യമാണ്. ആഗോളതലത്തിൽ ആസ്മ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലും മരണനിരക്കിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിവേഗത്തിലുള്ള നഗരവൽക്കരണവും നിയന്ത്രണാതീതമായ വായുമലിനീകരണവുമാണ് ഈ അവസ്ഥ ഇത്രമേൽ ഭയാനകമാക്കുന്നത്. ആസ്മ നിയന്ത്രണത്തിനായി ഇന്ന് വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ രീതികളെല്ലാം രോഗികൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നു. ശ്വാസതടസ്സങ്ങളെ പെട്ടെന്ന് നേരിടാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനുമാണ് ഈ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിയും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ ഏത് രീതി തിരഞ്ഞെടുക്കുമ്പോഴും അതത് മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആസ്മ ചികിത്സയിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ഇൻഹേലറുകളാണ്. മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇത് പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും പെട്ടെന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു. എന്നാൽ ഇൻഹേലർ ചികിത്സയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ രാജ്യത്തെ ചികിത്സാ രംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് ശീലമായി പോകുമെന്ന ഭയത്താൽ പലരും ഫലപ്രദമായ ഈ ചികിത്സ ഒഴിവാക്കി ഗുളികകളിലേക്കും മറ്റ് താൽക്കാലിക മാർഗങ്ങളിലേക്കും തിരിയുന്നത് രോഗം വഷളാക്കാൻ കാരണമാകുന്നു. ആസ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ അകറ്റി ഇൻഹേലറുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് സോഫിയ സലിം മാലിക് ആകാശവാണിയോട്. ലോകമാകമാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ അലട്ടുന്ന ശ്വാസരോഗം ആസ്മയാണ്. തീർത്തും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ആസ്മ കൊണ്ടുള്ള മരണം എന്നിരിക്കെ അവികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമാണ് ആസ്മ രോഗമുള്ള മരണം ധാരാളമായി കണ്ടുവരുന്നത്. ഈ മരണ നിരക്ക് കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി രോഗനിവാരണ ഔഷധമായ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആസ്മ ഡേയുടെ പ്രമേയം ആക്സസ് ടു ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ഫോർ എവരിവൺ വിത്ത് ആസ്മ സ്റ്റിൽ ആൻ അർജന്റ് നീഡ് എന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത്
ലഭ്യമാക്കുന്നത് ആസ്മ ബാധിതർക്കെല്ലാം ശ്വാസനാളങ്ങളിൽ നീർക്കെട്ട് തടയാനുള്ള കണിക രൂപത്തിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മരുന്നുകളാണ്. ആസ്മ നിവാരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിലും അതിനെ നിയന്ത്രിച്ചു വെക്കാനും മരണം തടയാനും സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ അനിവാര്യമാണ്. ആസ്മയുള്ള കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിതരാവുന്നതായും കായിക വിനോദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും നമ്മൾക്ക് കാണാം. കുട്ടികളിലും രോഗനിവാരണ മരുന്നുകളായി സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവ അതീവ ഫലപ്രദവും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമായ മരുന്നുകളാണ്. കുട്ടികളിലെ ആസ്മയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് കുട്ടികളിലെ ആസ്മ കൗമാരമാകുമ്പോൾ മാറും എന്നതാണ്. ജനിതഘടനയും എൻവയറമെന്റൽ ട്രിഗേഴ്സുമാണ് ആസ്മയുടെ കാരണമെന്നിരിക്കെ ഇത് മാറുന്ന ഒരു രോഗാവസ്ഥയല്ല. അടുത്തത്, സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കും എന്നതാണ്. ഇത് തീർത്തും തെറ്റാണ്. എന്നാൽ ഇവ ഒരു ശ്വാസരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കേണ്ടതാണ്. വൈറൽ രോഗബാധ തടയാൻ വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൃത്യമായ ഇൻഹേലർ ഉപയോഗം എന്നിവ കുട്ടികളിലെ ആസ്മ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സഹായിക്കും. ആസ്മ ചികിത്സയിൽ ആയുർവേദവും വളരെ ഫലപ്രദമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിൽ കഫം കെട്ടുന്നത് ഒഴിവാക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെ ശ്വാസം മുട്ടലിന്റെ തീവ്രത കുറയ്ക്കാനും ആയുർവേദ ചികിത്സകൾ സഹായിക്കുന്നു. ആയുർവേദത്തിലെ ആസ്മ രോഗ ചികിത്സാ രീതിയെക്കുറിച്ച് കിളിമാനൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അർച്ചന VS വാക്കുകളിലേക്ക്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം കാരണം ശ്വാസ ഉച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ദീർഘകാല ശ്വാസകോശ രോഗമാണ് ബ്രോങ്കിയൽ ആസ്മ. ശ്വാസനാളങ്ങൾ ഇടുങ്ങുകയും അധികമായി കഫം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ ഇതിനെ തമകശ്വാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജനമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ, സമയക്രമമില്ലാതെയുള്ള ഭക്ഷണരീതി, രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവ അമിതമായി ഉപയോഗിക്കുക മുതലായ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതികളും ആസ്മ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്ന ശോധന ചികിത്സകൾ, വിവിധ തരത്തിലുള്ള ശമന ഔഷധങ്ങൾ, രസായന ഔഷധങ്ങൾ എന്നിവ ആയുർവേദത്തിൽ ആസ്മ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഇത്തരം ചികിത്സകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുണ്ടാകുന്ന ശ്വസന അണുബാധകൾ തടയുന്നതിനും ആസ്മയെ പ്രതിരോധിക്കുന്നതിനും രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും ആസ്മ രോഗകാലങ്ങൾ തമ്മിലുള്ള ഇടവേളയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ആസ്മ നിയന്ത്രണത്തിൽ ശ്വസന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിലും ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും യോഗ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ചികിത്സാ രീതി എന്നതിലുപരി ശ്വാസകോശ ആരോഗ്യത്തിനുള്ള ഒരു മികച്ച പ്രതിരോധ മാർഗമായാണ് ആധുനിക ലോകം യോഗയെ കാണുന്നത്. ആസ്മ രോഗ നിയന്ത്രണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച നിലവിൽ യോഗ പരിശീലകയായ CS പ്രേമകുമാരി ആകാശവാണിയോട്. യോഗയിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് കടുത്ത ആസ്മ രോഗികൾ നേരെ കയറി കടുത്ത പ്രാണായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ പതുക്കെ അവരുടെ ശേഷിക്കനുസരിച്ച് പതിയെ ബ്രീത്ത് ചെയ്യിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആദ്യം തന്നെ ഈ കടുത്ത രോഗമുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി യാതൊരു സംശയം വേണ്ട. കൺസൾട്ട് ചെയ്ത് അവരുടെ നില എന്താണെന്ന് അറിയാൻ. ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. അറിയത്തില്ലാതെ പെട്ടെന്ന് കയറി ശ്വസന പ്രക്രിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ വരും. ശ്വാസകോശ സംബന്ധമായ അസുഖം പറയുമ്പോൾ ശ്വാസകോശത്തെ മാത്രമായിട്ടല്ല നമ്മൾ ഈ യോഗയിലാണെങ്കിലും നമ്മളത് പരിഗണിക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തമാണ്. അതായത് ശരീരം മൊത്തം ശരിയാകുമ്പോഴത്തേനാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും ശരിയാകുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി പോസ്റ്റർ ഇരിക്കുന്നത് വളരെ പ്രധാനമാണ്. ബോഡി പോസ്റ്റർ, അതായത് വളഞ്ഞുകൂടിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, നെഞ്ച് വികാസം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറ്റിയിട്ട് ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബ്രീതിങ് സ്റ്റൈല് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾ എല്ലാവരും ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് ആയിരിക്കില്ല ചെയ്യുന്നത്. ചില ആൾക്കാർ വന്നു കഴിയുമ്പം ഇത് ആദ്യമേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ അവരുടെ
അവരുടെ കൂടെ ഇരുന്ന് അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പ്രശ്നമാണ്. അവരോട് നിരന്തരം പറയണം, അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പതുക്കെ പിച്ച വെച്ച് നടത്തുന്ന പോലെ നടത്തി വേണം ഈ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഡോക്ടറെ തന്നെ ചോദിക്കണം, എനിക്ക് എന്റെ സ്ഥിതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നത് വളരെ ഉചിതമാണ്. സ്ഥിരതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ മാനിച്ചുകൊണ്ട്, ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, സ്വയം അറിഞ്ഞാൽ മതി. അപ്പത്തേന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും. ആസ്മ ചികിത്സയിൽ രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ വിശകലനം ചെയ്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതി പിന്തുടരുന്നത്. ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമായതിനാൽ വ്യക്തിഗതമായ ചികിത്സാ രീതിക്കാണ് ഇവിടെ മുൻഗണന. ശ്വാസനാളങ്ങളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും പൊടി, തണുപ്പ് തുടങ്ങിയ ഘടകങ്ങളോടുള്ള ശരീരത്തിന്റെ അമിത പ്രതികരണം നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നു. ആസ്മ രോഗ പ്രതിരോധത്തെപ്പറ്റി ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ കാർത്തിക SN. ഹോമിയോപ്പതിയിൽ രോഗങ്ങളെ ഒരു വ്യക്തിഗത രോഗമായാണ് കാണുന്നത്. ആസ്മ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. കുട്ടികളിൽ ഏറ്റവും സാധാരണ കാരണം അലർജിയാണ്. പൊടി, പുക, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമം ഇവ ശ്വാസവായു കുഴലുകളിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. കുടുംബത്തിൽ ആസ്മയുള്ളവർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സാധ്യത കൂടുതലാണ്. ചെറുപ്പത്തിൽ ആവർത്തിച്ചു വരുന്ന ചുമയും ഇൻഫെക്ഷനും ശ്വാസവായു കുഴലുകളെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, വീസിംഗ് അഥവാ ശ്വാസമെടുക്കുമ്പോൾ പ്രത്യേകതരം ശബ്ദമുണ്ടാകുക, ചുമ, നെഞ്ചു മുറുകുന്ന പോലെ തോന്നൽ അഥവാ ചെസ്റ്റ് ടൈറ്റ്നെസ് എന്നിവ അനുഭവപ്പെടുന്നു. പ്രധാന ലക്ഷണങ്ങൾക്കൊപ്പം രാത്രിയിൽ കൂടിയ ചുമയുണ്ടാവുക, കളിക്കുമ്പോൾ വേഗം ക്ഷീണമുണ്ടാകുക, ചെറിയ ചുമ, വീസിംഗ് പോലും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷണങ്ങൾ ആവർത്തിച്ചാൽ ഉടനെ ഡോക്ടറെ കാണുക. മരുന്ന് സ്വയം നിർത്താതിരിക്കുക. മാത്രമല്ല, റെഗുലർ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഓരോ രോഗിയും വ്യത്യസ്തനാണ്. അതുകൊണ്ട് ചികിത്സയും വ്യക്തിഗതമായിരിക്കണം. ആസ്മയെ ഭയക്കേണ്ടതില്ല. ശരിയായ പരിശോധനയും ചികിത്സയും ഉണ്ടെങ്കിൽ നമുക്കത് നന്നായി നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. കേരളത്തിന്റെ സാഹചര്യത്തിൽ ആസ്മ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നു. ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ പൂപ്പലുകളുടെ സാന്നിധ്യവുമാണ് കേരളത്തിൽ ആസ്മ രോഗികൾ കൂടാനുള്ള പ്രധാന കാരണം. കൂടാതെ വീടിനുള്ളിലെ പൊടിയും പുകയില ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണരീതികളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. എങ്കിലും മികച്ച ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനമായതിനാൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലും ചികിത്സ തേടുന്നതിലും മലയാളികൾ മുൻപന്തിയിലാണ്. സർക്കാർ ആശുപത്രികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആസ്മ ചികിത്സയ്ക്കായി ശ്വാസ് പോലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആസ്മ പ്രതിരോധത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയാണ് ശ്വാസ് അഥവാ സസ്റ്റൈനബിൾ ഹെൽത്ത് വീക്ക്ലി ആസ്മ സർവീസ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നതാണ് ശ്വാസ് സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന സ്പൈറോമെട്രി പരിശോധനയും ഗുണനിലവാരമുള്ള ഇൻഹേലറുകളും സാധാരണക്കാർക്ക് ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയും കുറഞ്ഞ നിരക്കിലുള്ള മരുന്ന് വിതരണത്തിലൂടെയും രാജ്യത്തെ ആസ്മ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആസ്മയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രിവാസത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം രോഗികൾക്ക് സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി ആസ്മ നിയന്ത്രണത്തിന് അത്യാവശ്യമായ ഇൻഹേലറുകളും മറ്റു മരുന്നുകളും 50% മുതൽ 90% വരെ വിലക്കുറവിൽ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ശ്വാസകോശ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനായി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന NPC-DCS പദ്ധതിയുടെ ഭാഗമായും യോഗയും പ്രാണായാമവും പ്രോത്സാഹിപ്പിക്കുന്ന ആയുഷ് മിഷൻ വഴിയും ആസ്മ പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആസ്മയെ ഭയപ്പെടുകയല്ല, മറിച്ച് കൃത്യമായ അവബോധത്തിലൂടെ അതിനെ മെരുക്കുകയാണ് വേണ്ടത്. ലോക ആസ്മ ദിനം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, കൃത്യമായ ചികിത്സ സ്വീകരിക്കുക, തടസ്സങ്ങളില്ലാതെ ശ്വസിക്കുക. വായുമലിനീകരണം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളും വ്യക്തിപരമായ മുൻകരുതലുകളും ചേരുമ്പോൾ മാത്രമേ
ശ്വാസകോശ രോഗങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉറപ്പാക്കിയാൽ ആസ്മ ഒരു പരിമിതിയല്ല, മറിച്ച് മറികടക്കാനാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണ്. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം കൃഷ്ണ പ്രകൃതി.